ഇപ്പം ഒരു ഐഡിയ കിട്ടും. ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ BGV4 ഇന്ന് ആരുമില്ലായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ BGV4 അടുത്ത ആഴ്ച വന്നു. ഈ ചാനൽ സെലക്ട് ചെയ്യുക, ലൈബ്രറി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ്, ലൈബ്രറി പോവാ. ഒരു മിനിറ്റ് നമ്മൾ സീൻ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് അല്ല അത് പഠിച്ചു. പക്ഷെ സീൻ ലോഡ് ചെയ്തിട്ട് റീനെയിം ചെയ്തിട്ട് അത് യൂസ് ചെയ്യാവേ. ആ സീൻ ഉണ്ടാക്കിയിട്ട സീൻ പണിയല്ല, ഓൾറെഡി അല്ലേ, ഓൾറെഡി അല്ലേ. അല്ലെ സേവ് ചെയ്യാതിരുന്നാൽ മതി, വേണേ ചെയ്തോ എന്ത് വേണമെങ്കിലും. സോ സെലക്ട്, ആ ചാനൽ സെലക്ട് ചെയ്യുക, ലൈബ്രറി, എന്നിട്ട് ഇവിടെ പേര് ഇതാണ്ട് എല്ലാവരുടെയും പേര് കിടപ്പുണ്ട്. ഈ സെക്കൻഡ് റൊട്ടേറ്ററി നോം, ഒരു മിനിറ്റ്, ചാനൽ എന്നിട്ട് സെക്കൻഡ് നോം, അതിനകത്താണ് എല്ലാവരുടെയും പേര് കിടക്കുന്നുണ്ട്. എൽദോസില്ലേ, എല്ലാവരുടെയും പേര് താഴെ കിടപ്പുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വോക്കലാണ്, നാളെ ഒരു ഫീമെയിലാണ് വരുന്നത്. ഈ സെക്കൻഡ് നോബ് ഞെക്കുക, അവർ ചോദിക്കും ലോഡ് ദിസ് പ്രീസെറ്റ് ടു ദിസ് ചാനൽ. സെലക്ട് ചെയ്ത ചാനൽ വേറെ അറിയാതെ വേറെ ഒന്നും സെലക്ട് ചെയ്യും, എന്നിട്ട് കൺഫേം അടിക്കുന്നു. അവിടെ പേര് ചേഞ്ച് ചെയ്താണല്ലേ, പേരവിടെ കാണിക്കും അല്ലേ? ഇല്ല, പേര് മാറത്തില്ല, പേര് മാറത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം, പക്ഷെ ഇത് മേലോട്ട് പോയില്ലല്ലോ, അത് ഫേഡർ പോത്തില്ല, ഫീഡർ നമ്മൾ തന്നെ ചെയ്യണം. ഇത്രയും സെക്ഷൻ മാത്രമേ പോകത്തുള്ളൂ. ഈ ഇത്രയും സെക്ഷൻ ഇത് മാത്രമേ പോകത്തുള്ളൂ. ഹെഡ് ആംബ് ഇത് നമ്മൾ അല്ല, പേരില്ലെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കില്ല. ഇപ്പൊ എനിക്ക് ഒരാളുടെ ഇൻഡിവിജ്വൽ പേഴ്സന്റെ കൂട്ടണം, ഇപ്പൊ ഇത് ലോഡായോ ഇല്ലയോ എന്ന് അറിയുന്ന എങ്ങനെ? ലൈബ്രറി പോയി നോക്കിയിട്ട് അങ്ങനെ വേണം ചെയ്യാൻ. അല്ല നീ ഇപ്പൊ ഒരു പ്രീസെറ്റ് ലോഡ് ചെയ്താലേ മനുവിന്റെ പ്രീസെറ്റ് ചെയ്തോണ്ട് അത് ലോഡ് ചെയ്താലേ മനുവിന്റെ പ്രീസെറ്റ് വരത്തുള്ളൂ. വന്നിട്ട് പിന്നെ അതിനൊക്കെ അഡ്ജസ്റ്റ് എന്ത് വേണേലും ചെയ്യാം. അപ്പൊ അവന്റെ EQ ചെയ്ത ഒരു പ്രീസെറ്റ് ഉണ്ടല്ലോ. അല്ല ഞാൻ പറയുന്നത് ഓക്കെ, ഞാൻ 5 സോറി, പേര് വരും സെലക്ട് ആയിട്ടില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ അന്ന് പേര് ഇടട്ടെ. ഓക്കെ, ഇപ്പൊ ഞാൻ ബെറ്റ്സിയുടെ ചാനലിലോട്ട് ഇടുക. ഓക്കെ, ഇനി നോക്കിയോ, അറിയോ? അല്ല, MV1 വന്നു. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തതെന്ന് അറിയത്തില്ല. അല്ല ഞാൻ പേരിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒന്ന് മാറി ജീഷ് പ്രോ വന്നു, അല്ലെങ്കിൽ ബീച്ചാൻ വന്നു. ബീച്ചാൻ ഇപ്പൊ ഓക്കെ, ഇത് MV1 BGV വന്നില്ല, അല്ലല്ല BGVF ഒരു പേരുള്ളതുകൊണ്ട് വണ്ണല്ലേ കിടക്കുന്നത്? ജോർജ് അല്ല ഇതിനകത്ത് പോയിട്ട് ഒരു പേര് റീകോൾ ചെയ്യും. സജിപാസിന്റെ എങ്ങനെ റീകോൾ ചെയ്യും? ഇതുപോലെ പേര് വന്ന് കിടക്കും. അതാണ്ട് വെയിറ്റ് ചെയ്താൽ മതി. സെലക്ട് ചെയ്യണം. ഫീമെയിലിന്റെ ഒന്നുകൂടെ ഒന്ന് ലോഡ് ചെയ്ത് വരുന്നുണ്ടോ നോക്കാൻ. ഇപ്പൊ ഞാനിപ്പം മെയിൻ വോക്കൽസിന്റെ പോട്ടെ, ബാക്കപ്സിന്റെ എനിക്കറിയാം, ഞാൻ സെറ്റ് ചെയ്ത് ലൈബ്രറിയിൽ നിന്ന് എടുത്തോണ്ട് എനിക്കറിയാം. ബീച്ചാൻ വന്നല്ലേ, ജിഷു വന്നു, അവർക്കറിയത്തില്ല ഇപ്പൊ ബാക്കപ്പ്. അതെന്താ വെച്ചാൽ ഇവിടെ പേര് കിടക്കുന്നത് ബ്ലൂലാണ്, പക്ഷെ അതിന്റെ ചാനൽ പ്രീസെറ്റ് കിടക്കുന്ന MV1 ലൈബ്രറി പോയി നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ലൈബ്രറി നോക്കിയാൽ അറിയത്തില്ല നെയിം, പക്ഷെ അതിന്റെ ഇതിനകത്ത് റീകോൾ ചെയ്യുമ്പോൾ പേര് വരും. അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പേര് എടുത്തില്ലല്ലേ, MV1 MV2 വരത്തുള്ളൂ. അല്ല സപ്പോസ് ഇതിനകത്ത് നമ്മൾ സേവ് ചെയ്തേക്കുന്നത് MV1 അണ്ടറില്ല, പക്ഷെ പ്രീസെറ്റ് നെയിം ഇതാണ്. അപ്പൊ എന്റെ ചോദ്യം MV1 എന്ന് വെച്ചാൽ വേറൊരു മൈക്കായിരുന്നല്ലോ, ബെറ്റ 58 ആണല്ലോ. അപ്പൊ ഇത് സ്വിച്ച് ചെയ്യുമ്പോൾ SM58 മാറുമല്ലേ? അപ്പൊ അതെന്തോ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ എന്താ പേര് മാറാത്തത് വെച്ചാൽ നമ്മൾ സേവ് ചെയ്തേക്കുന്ന പേര് MV1 ഇതിനകത്ത്, പക്ഷെ പ്രീസെറ്റിന്റെ പേര് ബിക്കോസ് എന്താന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ വന്നപ്പം നമ്മൾ നെയിം ഞാൻ സേവ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ ഓവർറൈറ്റ് ചെയ്തേക്കുന്ന എല്ലാ ചാനൽ നെയിമിലോട്ടാണ്, പക്ഷെ പ്രീസെറ്റ് നെയിം ഉണ്ട്. അപ്പൊ എന്തോ ഇത്രേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഷെയറിൽ പിടിച്ച് ലോഡിങ് ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇപ്പൊ ഇത് MV1 അല്ലേ, ഈ പേര് മാറ്റുക, ഐപാഡിൽ പേര് മാറ്റുക. ഞാനിപ്പോൾ അതിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുന്നുണ്ട്. നെക്സ്റ്റ് ടൈമിൽ ആ ലൈബ്രറി പ്രീസെറ്റ് പോയിട്ട് ഒന്നുകൂടെ സേവ് അടിക്കുക. ഇപ്പൊ ഷെറിൽ ഇല്ല, ഇത് ഞാൻ പേര് മാറ്റിയിട്ട് ഇത് ഐപാഡ് വന്നിട്ട് പ്രൊഫൈൽ മാറ്റണ്ട കേട്ടോ, അല്ല ഇത് പ്രീസെറ്റ് അല്ലേ. ഞാനിപ്പം BGV4 പക്ഷെ നമുക്ക് ടൈം വളരെ എടുത്തത് ഷെറിൽ ഇപ്പൊ എടുത്തിട്ട് ഒരു മിനിറ്റ്, ഷെറിലായില്ലേ?
ലൈബ്രറി ഷെറിൽ അതിൽ ഷെറിലല്ലേ സേവ് പ്രീസെറ്റ് സേവ് കണ്ണു കാണാം അതിലേക്ക് എന്നിട്ട് ഓവർ കൺഫേം. ഇനിയിപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് അത് റീനെയിം ചെയ്യും. അത് ക്രിട്ടിക്കലാ. ഇത് കറക്റ്റാ ആണോ വരുന്നുണ്ടോ? അല്ല ഞാൻ ഷെറിലിന്റെ പേര് ഇനി ഷെറിലിന്റെ അടുത്ത് ലോഡ് ചെയ്ത് കൺഫേം. കണ്ടോ? അതെന്താന്ന് വെച്ചാല് നെക്സ്റ്റ് ടൈം പ്രീസെറ്റ് വലിക്കുമ്പം ജസ്റ്റ് ആ പേര് ഓവർ റൈഡ് ചെയ്യും. ബിക്കോസ് ഞാൻ സേവ് ചെയ്തത് ME1 മൈക്കുകളാണ് ഈ ലീഡിന്, ബാക്ക്ഗ്രൗണ്ട് വോക്കലിന് BGV1 എന്നാണ്. പക്ഷെ പ്രീസെറ്റിന്റെ നെയിം ആൾക്കാരുടെ പേരിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ടൈം അത് എടുക്കുമ്പോൾ നിങ്ങൾ വലിച്ചിട്ട് ജസ്റ്റ് ആ പേര് ഓവർ റൈഡ് ചെയ്തു അത്രേ ഉള്ളൂ. ഇൻ കേസ് വന്നില്ലെങ്കിൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നിനക്ക് ഇന്നിപ്പോ പാടുന്ന ഷെറിലാണെങ്കിൽ ഓക്കെ, നീ രാവിലെ സീൻ സേവ് ചെയ്യുമല്ലോ. അപ്പൊ നീ ഇപ്പോ ഇപ്പൊ ഈ ചാനൽ സെലക്ട് ചെയ്തു, നീ ഇവിടെ പ്രീസെറ്റ് അത് പറഞ്ഞ പോലെ സീൻ ഒന്ന് സേവ് ചെയ്യും ഫുള്ള്. ഓക്കെ, അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സേവ് ചെയ്യാം. ഇതാറ് പേരാ ബെറ്റ്സി സെലക്ട് ചെയ്തു നീ, എന്നിട്ട് ഇത് കൺഫേം അടിച്ചു. അപ്പൊ അവിടെ ചേഞ്ച് ആയില്ലല്ലോ, അടുത്ത് ME1 അപ്പൊ മെയിൻ വോക്കൽ 1 എന്നുള്ള വന്നേ അത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ സെറ്റപ്പിൽ പോവാ. സെറ്റപ്പ് പോയിട്ട് ഇവിടെ റോൾ ചെയ്തിട്ട് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ കാണുമായിരിക്കും, ഇതല്ലേ നെയിം. അപ്പൊ അത് റോൾ ചെയ്തിട്ട് നെയിമിലോട്ട് പോവാ. സെറ്റപ്പ് അത് തന്നെ, അത് തന്നെ. ഇത് ചെയ്തിട്ട് നെയിമിൽ വന്നിട്ട് നെയിമിംഗ് കൺവെൻഷൻ ഏറ്റവും ഈസി. ഇത് ചെയ്യുന്ന കുറച്ച് ഇത് കേക്ക്. ഹലോ, പേര് മാറ്റാൻ ഈസി പണി. ഐപാഡിൽ ഒരു മിനിറ്റ്, ഇത് കുറച്ച് ഇച്ചിരി വള്ളിയാ. X30 ഇത് ഓൾറെഡി മിക്കവാറും അടുത്ത ആഴ്ച വരുമ്പോൾ തന്നെ ഇത് IP അഡ്രസ് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് അത് ചെയ്യുന്നത്. ഇത് IP അഡ്രസ് ആണ് ഞാൻ പെർമനന്റ് ആക്കിയേക്കാം. ഉണ്ടപ്പോൾ പിന്നെ പ്രശ്നമില്ല. അതൊന്ന് പേര് മാറ്റാൻ ഈസി പണി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇത് ഷെറിൽ മറ്റേ ആ ചാനൽ സെലക്ട് ചെയ്യുക, നെയിമിങ്ങിലോട്ട് പോയിട്ട് ഇവിടെ ചെന്നങ്ങ് അവിടെ മാറ്റിയാൽ മതി. ഓക്കെ ഫൈൻ. അത് ചെയ്തിട്ട് അതങ്ങ് സേവ് ചെയ്താൽ മതി. എന്നിട്ട് നീ പിന്നെ ടെസ്റ്റ് കണ്ടോ? അപ്പൊ പിന്നെ ഈസി പണി ഇതേല് സേവ് ചെയ്യണം. ഓൾവേസ് ഈസി പണി.